വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ മുമ്പ് പണിക്ക് വന്നിട്ടുള്ളതാണ്. ഈ വീട്ടിലെ വർക്ക് നമ്മൾ ഏകദേശം തീർത്തു കഴിഞ്ഞു. ഇന്നാണ് ലാസ്റ്റ് ഡേ വർക്ക്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ മുമ്പ് ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ടി വി വാൾ സെറ്റപ്പ് ഡെക്കോർ ആണ് ചെയ്യുന്നത്. ടി വി സ്റ്റാൻഡല്ല, എന്നാൽ ടി വി ഡെക്കറേഷൻ ആ വാൾ വരുന്നില്ല, അതാണ്. പിന്നെ അടുത്ത് ഈ റൂമിലൊരു വലിയ അലമാര ആണ് ചെയ്തിട്ടുള്ളത്. നിസാര അലമാര അല്ല, അത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ സൈസ് വന്നിട്ട് ഇങ്ങനെയാണ്. എൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു കിച്ചൺ, അതായത് 2 കിച്ചണാണ്. ഒരു ഓപ്പൺ കിച്ചൺ പോലെ വന്നിട്ടുണ്ട്, പിന്നെ അകത്ത് ഒന്നുകൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ടോപ്പിൽ 2 സൈഡും ഡോർ വെച്ച് ഫ്രെയിം നിറച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത് മിഡില് ബോട്ടവും ചെയ്തിട്ടുണ്ട്. ഡോർ റോയർ കൊടുത്തിട്ടുണ്ട്, പുള്ളൗട്ട് കൊടുത്തിട്ടുണ്ട്, ഓയിൽ പുള്ളൗട്ട്, കട്ട്ലറി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന അലുമിനിയം ആണ്. അലുമിനിയം ഫ്രെയിംസും ഡോറായാലും അലുമിനിയം ഫ്രെയിംസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ വരുന്നത് അത് അലുമിനിയം സെക്ഷനിൽ തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ACP ഷീറ്റാണ്. പെയിൻറ്റ് അലുവാളിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാണാൻ സാധിക്കും. അലുവാൾ എന്നുള്ളത് അലു ഡെക്കോർ ടോപ്പ് 10 ഗൂഗിളിൽ ടോപ്പ് 10 ACP ഷീറ്റ് ബ്രാൻഡ് അടിച്ചാൽ മതി, അതിൽ വരും അലു ഡെക്കോർ. അതിൻ്റെ ബ്രാൻഡാണ് ഈ അലു ഡെക്കോർ എന്നാണ്. ഓക്കെ, ഞാൻ കാണിക്കാം. അപ്പോൾ 2 നമ്മൾ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും ചെറിയ കിച്ചണിൽ. പിന്നെ ബാക്കിയെല്ലാം ഡോർസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അലുമിനിയം കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ള് ഗ്രേ, അലുമിനിയം ഗ്രേ, ഷീറ്റ് ആയാലും ഗ്രേ, രണ്ടും ഗ്രേ ആണ്. എന്നിട്ട് അതിൻ്റെ ഹാൻഡിൽ സെക്ഷൻ മാത്രം വന്നിട്ട് ഒരു ഗോൾഡ് കളർ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 8 ഇഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോഫ്റ്റ് ഗ്ലാസ് അല്ല, 8 ഇഞ്ചസ് നോർമലി. അതാകുമ്പോൾ ടൈറ്റ് ആയിരിക്കും. അങ്ങനെയാണ് അവരുടെ ഇഷ്ടം, കസ്റ്റമറുടെ ഇഷ്ടമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതാണ് കളറ്. ഓക്കെ, ഈ വീട്ടിലെ പാല് കാച്ച് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർ ഇനി പാല് കാച്ച് കാച്ചുമ്പോഴേക്ക് പോയൊക്കെ വരും, പൂജയൊക്കെ ചെയ്യുമ്പോൾ പോയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് അവർ ഇപ്പോഴേ സ്റ്റിക്കറൊന്നും ഇളക്കാൻ സമ്മതിക്കുന്നില്ല. സ്റ്റിക്കർ ഇളക്കാതിരുന്നാലും അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ എടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ എല്ലാം ഇളക്കി നല്ല ഫിനിഷ് ചെയ്ത് തന്നെ കാണിക്കുമായിരുന്നു. ഇതിപ്പോൾ അതിനവർ സമ്മതിക്കില്ല. എന്തായാലും പാല് കാച്ച് അടുത്ത മാസം അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അത്ര ദിവസം ഉള്ളതുകൊണ്ട് പിന്നെ ആണ് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത്, ഈ സ്റ്റിക്കർ വെച്ചുകൊണ്ട് തന്നെ. എന്തായാലും കളർ മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കിച്ചൺ വരുന്നത്. അടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ സൈഡ് സിങ്ക് വരുന്ന പോർഷനാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ അവർക്ക് വാട്ടർ പ്യൂരിഫയർ ഒക്കെ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബോട്ടത്തിൽ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല, പൈപ്പ് പോകുന്ന സ്ഥലമുണ്ട്, പിന്നെ ഫ്രീ ആയിട്ട് കിടക്കണമെന്ന് വിചാരിച്ചു. അത് രണ്ടാമത് ഇവിടെ ഒരു പുൾ ഔട്ട് പ്ലേറ്റിൻ്റെ ആണ്, വലിയ പ്ലേറ്റിൻ്റെ പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്, ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ആണ്. അടുത്ത് രണ്ടാമത് അത് സെയിം സാധനം. ഇനി ഇതിൻ്റെ നേരെ ടോപ്പിൽ വരികയാണെങ്കിൽ ഇവിടെ പ്ലേറ്റിന് തന്നെയാണ്, പക്ഷേ കഴുകിയ പ്ലേറ്റൊക്കെ നമുക്ക് വെക്കാനുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ ഉള്ളത്. അതായത് പാത്രം കഴുകുക, എന്നിട്ട് ടോപ്പിൽ വയ്ക്കുക, അത് ഇരുന്നിട്ട് അതിൽ വെള്ളം, സ്പൂണാണെങ്കിൽ പാത്രമാണെങ്കിൽ കപ്പാണെങ്കിൽ നമുക്ക് എല്ലാം വയ്ക്കുള്ളതുകൊണ്ട് താഴെ കപ്പൊക്കെ വയ്ക്കാം. അതിന് ട്രായും കൊടുത്തിട്ടുണ്ട്, അത് വലിച്ചെടുക്കാം, എന്നിട്ട് വെള്ളം കളയാം, എന്നിട്ട് തിരിച്ച് വയ്ക്കാം. ആ സെറ്റപ്പാണ്. ഇത് ഇവിടെ മാത്രമല്ല 2 സ്ഥലത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ എടുക്കാം, തിരിച്ച് വയ്ക്കാം, അങ്ങനെയാണ്. എന്നിട്ട് ഡോർ അടയ്ക്കാം. ഇതിപ്പോൾ ഒരു സ്ഥലത്ത്. പിന്നെ ബാക്കിൽ ഈ ബോക്സ് വന്നിട്ട് നമ്മൾ ബാക്കിലും ഷീറ്റ് ഇട്ടിട്ടുണ്ട്, സൈഡും ടോപ്പ് ഫ്രണ്ട് ബാക്ക് എല്ലാം. അതായത് ഫുൾ കവറാണ്, ഒരു റൂം പോലും കയറാത്ത എയർ ടൈറ്റാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫിക്സ് ചെയ്യുന്ന വീഡിയോ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പുറ സൈഡും കണ്ടോ. അപ്പോൾ രണ്ട് സെറ്റാണ്. ഇത്രയും നീളത്തിന് അവർക്ക് പ്ലേറ്റ് വയ്ക്കാം. അവർ കസ്റ്റമർ ആവശ്യമാണ്, അവർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ ട്രൈ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഊരിയെടുക്കുക, വെള്ളം കളയുക, എന്നിട്ട് വയ്ക്കുക. ഈ സിങ്ക് വലുതാണെങ്കിൽ നമുക്ക് സിങ്കിൻ്റെ താഴെ വെച്ച് കൊടുത്താൽ ഈ ട്രയർ ആവശ്യമില്ല, നേരെ വെള്ളം സിങ്കിലോട്ട് പോകും. പിന്നെ ഇവർക്ക് അവിടെ സിങ്കിൻ്റെ മുകളിൽ ഇത് തന്നെ വേണം, അതായത് വാട്ടർ പ്യൂരിഫയർ വെക്കണം എന്നുള്ള ഒരു ആവശ്യമുള്ളത് കൊണ്ട് അവിടെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് അല്പം മാറ്റിയാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത് പിന്നെ തട്ട്, ഒരു കോർണർ സൈഡിലുള്ള സംഭവം ബോക്സ് ഇവിടെ തിരുന്നു, തട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത്രയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അടുത്ത് ഇപ്പുറത്ത് ഇവിടെ ഒരു ഡോർ മാത്രം, അത് അപ്പുറത്ത് തട്ടും ഡോറും. അടുത്ത് വരുന്നത് കണ്ടോ,
ഒരു ഓയിൽ പുള്ളോട്ട്, അല്ലെങ്കിൽ ബോട്ടിൽസ് പുള്ളോട്ട് എന്നൊക്കെ പറയും. അങ്ങനെ കുപ്പിയൊക്കെ വയ്ക്കുക, എണ്ണ വയ്ക്കുക, എക്സെട്ര മുളക് മല്ലി അങ്ങനെ പൊക്കം കൂടിയ കുപ്പികളൊക്കെ വയ്ക്കാൻ പറ്റിയ സ്ഥലം. രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒന്ന് വീതിയുള്ളത് ഒന്ന് വീതിയില്ലാത്തത്, അങ്ങനെ 2 ടൈപ്പ്. അടുത്ത് പിന്നെ ഉള്ളത് ഒരു കട്ട്ലറി. നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും, കണ്ടോ, എടുക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റുക, തിരിച്ച് വയ്ക്കുക. ഇതെല്ലാം സ്റ്റീലാണ്, എന്നിട്ട് അകത്തോട്ട് കയറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് അടുത്ത് ഇത് പ്ലെയിൻ ബാസ്ക്കറ്റാണ്, വയർ ബാസ്ക്കറ്റ്. ഓക്കെ, അത് ഭാഗത്ത് കയറ്റി വയ്ക്കും. ഇത് വീണ്ടും കട്ട്ലറി, അതിൻ്റെ താഴെ വീണ്ടും കട്ട്ലറി. അവർ കസ്റ്റമറുടെ ആവശ്യമാണ്, അവർ പറഞ്ഞാണ് ഇതിങ്ങനെല്ലാം ചെയ്യിപ്പിച്ചത്. അതാണ് ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ്. അത് കഴിഞ്ഞൊരു കപ്പ ആൻഡ് സാസറിൻ്റെ ബാസ്ക്കറ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്ലെയിൻ, അവിടെ ഒരു അതിൽ ജനലൊക്കെ ഇരിക്കുന്നത് തുറക്കാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായല്ലോ, അതും പ്ലെയിൻ. അങ്ങനെ നമുക്ക് അടച്ചകത്ത് വയ്ക്കാം. ഇത്ര കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, കണ്ടല്ലോ. ഇതാണ് ഈ സെയിം സാധനമാണ് അവിടെ ഇരിക്കുന്നത്, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അകത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ഈ ബോക്സ് ബാക്ക് ഫ്രണ്ട് എല്ലാം കവേർഡാണ്. കാണിച്ചു തരാം, കണ്ട, സ്റ്റിക്കറൊന്നും ഇളക്കിയിട്ടില്ല. അവർക്ക് പുകയൊന്നും അടിച്ച് പൊടി പെയിൻറ്റ് വർക്ക് ഇനിയുണ്ട്, ഒരു കോട്ടും കൂടി അടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ ഇളക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പിന്നെ മുതിരാത്തത് ഇളക്കാൻ. അപ്പോൾ ഇതാണ് ബാക്കിൽ ഫ്രണ്ടിലൊക്കെ നമ്മൾ ഷീറ്റ് അടച്ച് ഫുള്ള് കവറാണ്, ഒന്നും ഒരു പ്രശ്നമില്ല. ഫുൾ ബോക്സ് നമുക്കിതാണെങ്കിൽ ഇളക്കിയെടുത്ത് വേറെ ഉള്ളിൽ കൊണ്ട് ഫിക്സ് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കുക. അങ്ങനത്തെ ഇതിലാണ് നമ്മൾ പണിതിട്ടുള്ളത്. പിന്നെ സ്ക്രൂ അടിച്ചവിടെ വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് വരുന്നത്. പിന്നെ ടോപ്പിലോട്ട് പോകുമ്പോൾ അവിടെ ഡോർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫ്രെയിമിൽ ഡോർ മാത്രം ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതവിടെ കിച്ചണോട് അവസാനിക്കുകയാണ്. ഇതാണ് കളറ്, സെയിം കളറാണ് അവിടെ കൊടുത്ത കിച്ചൺ തന്നെയാണ്, കിച്ചൻ്റെ കളർ തന്നെയാണ് ഇവിടെയും. ഈ വീട് മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു കളർ തീം തന്നെയാണ്. ഗ്രേ അലുമിനിയം, ഗ്രേ ഷീറ്റ്, ഈ ഹാൻഡിൽസ്. പിന്നെ അലമാരയിൽ മാത്രം ഹാൻഡിൽ നമ്മളല്ലാതെ ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്, കണ്ടില്ലേ. അടുത്തത് ആ ടി വിയുടെ സെക്ഷൻ അവിടെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമുക്ക് അലമാരയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ അലമാര വരുന്നത്. 5 ഡോറാണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത്. ഡോറ് ഇതാ കണ്ടില്ലേ, ഹാൻഡിൽ സെക്ഷൻ അതാണ്. ഈ ഡോറിൻ്റെ ലോക്കകത്താണ്. അപ്പോൾ ഒരു പെയർ ഡോറ്. അപ്പോൾ അത് തുറക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും 4 ഹിഞ്ചസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹാങ്ങേഴ്സ് യൂണിറ്റ് കാണാൻ പറ്റും, തുണി തൂക്കാനുള്ള സ്ഥലം. പിന്നെ ഓരോ ഡോറിൽ 4 ഹിഞ്ചസ് ഞാൻ പറഞ്ഞു. പിന്നെ ഡ്രോയറിൻ്റെ അകത്ത് ഒരു പ്രത്യേകത ഉണ്ട്, അതായത് കാണിച്ചു തരാം. ഇതാണ് താക്കോൽ കേട്ടോ, ഈ അലമാര മൊത്തം താക്കോൽ അതാണ്. അപ്പോൾ തുറക്കാം. അപ്പോൾ തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ, ഇങ്ങനെ ഒരു തുറന്നു. അപ്പോൾ അകത്തെന്തോ ഉണ്ട്, നോക്കിക്കോ, അത് നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. 2 ഡ്രോയറാണ് കൊടുത്തിട്ടുള്ളത്, ഒരു അടപ്പിൽ 2 എണ്ണം എന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് കസ്റ്റമറുടെ ആവശ്യം, അവർ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഈ താഴത്തതും എല്ലാം വരുന്നത്, മനസ്സിലായോ? ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഈ താഴെയും അത് തന്നെയാണ് വരുന്നത്, കാണിച്ചു തരാം. ഈ അലമാരയ്ക്കകത്ത് കുറച്ച് സാധനങ്ങൾ വയറാക്കി ഇരിക്കുന്നത്, അതൊക്കെ അവരുടെ വീട്ടുകാരുടെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ സാധനങ്ങളാണ് അവർ സ്റ്റോറേജ് ചെയ്യുന്നത്. ഓക്കെ, ഈ അലമാര നമ്മൾ 2-3 ദിവസം മുമ്പേ തീർത്താണ്. എന്നിട്ടാണ് നമ്മൾ അടുത്ത് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഫിറ്റിങ്സിന് വന്നത്. അപ്പോൾ കാണാൻ സാധിക്കും, കണ്ടല്ലോ, നമ്മൾ ക്ലോസ് ചെയ്തു. പിന്നെ ഈ ഡോർ അടയ്ക്കുന്നു. ഈ ഡോറിൻ്റെ ലോക്ക് നമ്മൾ അകത്തു നിന്നാണ് ടവർ ബോൾട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അകത്തു നിന്ന് പൂട്ടിയിട്ട് മറ്റേ ഡോറിൽ ലോക്കുണ്ട്, അത് അടയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു പെയർ ഡോർ അങ്ങ് ക്ലോസ് ആകും. ഇത് സെപ്പറേറ്റ് സ്ഥലമാണ്, അതായത് ഈ ഒരു 2 ക്യാബിൻ പോലെ. ഓക്കെ, അത് പൂട്ടുന്നു. ഓക്കെ, ഇത് ഫുള്ള് ക്ലോസ് ആകും. ഓക്കെ, അടുത്ത സെൻട്രൽ ഡോറിന് ഒരു പ്രത്യേകത ഉണ്ട്. അതൊരു കോമൺ ഡോർ പോലെ. അതായത് തുറക്കുമ്പം അതിൻ്റെ അകത്ത് ഗ്ലാസ്, അതിൽ മിററുണ്ട്. മിറർ മറ്റേ സ്റ്റഡിലാണ് കൊടുത്തിട്ടുള്ളെങ്കിലും ബാക്കിൽ സിലിക്കോൺ ഉണ്ട്. അതുകൊണ്ട് പൊട്ടിയാലും താഴെ വീണൊന്നും പേടിക്കേണ്ട, അത് അവിടെ ഇരുന്നോളൂ. സിലിക്കോണിലാണ് ഇരിക്കേണ്ടത്. പിന്നെ ഇത്രയും തട്ടുണ്ട്. ഓക്കെ, ഇതാണ് സെൻട്രൽ പോർഷൻ പറഞ്ഞത്. ഇത് നമ്മൾ 2 സെപ്പറേറ്റ് ആണ്. ഇത് സെൻറ്റർ സെപ്പറേറ്റ്. അടുത്ത് വീണ്ടും സെയിം സാധനം തന്നെ ഇപ്പുറത്ത് വന്നിട്ടുള്ളത്. ഒരു വലിയ ഹാങ്ങറിങ് യൂണിറ്റ്, അതിൻ്റെ താഴെ നോക്കിയോ, കണ്ടോ,
അതിൻ്റെ താഴെ ഇത്രയും തട്ടുകൾ വന്നിട്ട് ഇവിടെ ഒരു ഡ്രോയർ 3 സീമുണ്ട്. പക്ഷേ ഈ ഡ്രോയറിന് പ്രത്യേകത ഉണ്ട്. അതായത് സാധാരണ നോർമലാണ്, പക്ഷേ ഇത് ബക്കറ്റ് സൈസ്, അതായത് വലിയ താഴ്ച, അത്രയ്ക്ക് ഹൈറ്റുള്ളൊരു ഡ്രോയർ ആണ് നമ്മളവിടെ ചെയ്യിപ്പിച്ചത്. അവർ കണ്ടില്ലേ, കൈ ഇറങ്ങിപ്പോവും. ഇത് ചെറിയ ഹൈറ്റ്, ഇനി താഴോട്ടാണ് കുറച്ച് വലുത്. തുറക്കുന്നു, താണ്ട പോകുന്നു, കണ്ടോ, ഇത്രയും താഴ്ച. ഏകദേശം എൻ്റെ അവിടെ വരെ എത്താറായി. അത്രയും ആഴമുള്ള ഡ്രോയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ആയിരിക്കും താഴത്തതും. ഓക്കെ, അങ്ങനെ ഇത് 3 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിലും ടവർ ബോൾട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അടയ്ക്കുന്നു, എന്നിട്ട് അതും അടയ്ക്കുന്നു. അങ്ങനെ സെൻറ്ററിലെ 3 ഡോറിനാണ് നമ്മൾ ലോക്ക് കൊടുത്തിട്ടുള്ളത്. അറ്റത്ത് 2 ഡോറും നമ്മൾ ടവർ ബോൾട്ട് ഇട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ താക്കോൽ വരുന്ന അതാണ്. പിന്നെ എവിടെയും പൂട്ട് അകത്ത് ഡ്രോയറിന് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 5 ലോക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോക്ക്, താക്കോൽ, കീ അടക്കമുള്ളത്, അങ്ങനെ ആണ് ഉദ്ദേശിച്ചത്. പിന്നെ അകത്തുള്ള ടവർ ബോൾട്ട് അത് നോക്കണ്ട. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് അലുവാൾ, അതായത് അലു ഡെക്കോർ നേരത്തെ പറഞ്ഞു, അതിൻ്റെയാണ്. പിന്നെ ടോപ്പിൽ കണ്ടില്ല, ടോപ്പിൽ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ ചെയ്തു, അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് അലുവാളിൻ്റെ ഷീറ്റ് ഉണ്ട്, ACP. പിന്നെ ഹാൻഡിൽ സെക്ഷൻ ഇതാണ്. ഇത് കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം അവർ തന്നെ എടുത്തതാണ് സാധനം. പിന്നെ ഇതാണ് കളർ വരുന്നത്, ഗ്രേ കളർ ഷീറ്റിൽ ഗ്രേ കളർ അലുമിനിയം ഫ്രെയിംസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ട കമ്പനി കണ്ട അലുവാൾ നോക്കിക്കോ, അത് കട്ട് ചെയ്ത് പിടിക്കും. ഓക്കെ, കണ്ട അലു ഡെക്കോറിൻ്റെ ബ്രാൻഡ്, ഫ്രം ദ ഹൗസ് ഓഫ് അലു ഡെക്കോർ, ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റി ACP ഷീറ്റ്. ഓക്കെ, ടോൾ ഫ്രീ നമ്പറൊക്കെ അതിൽ തന്നെ അവർക്കാണ് വിളിച്ച് നോക്കാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത് പിന്നെ ടോപ്പിൽ ഡോർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ഫ്രെയിമിൽ ഡോർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അലമാരയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. ഒന്നും കൂടി കുറച്ച് കാണിച്ചു തരാം. ഗ്ലാസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്, കണ്ടില്ലേ? ഇതിന് പൊട്ടി വീഴുന്ന അങ്ങനെയൊന്നും പേടിക്കേണ്ട, അതകത്താണ്. അത് കാരണം അത് അവരുടെ രാവിലെ എണീച്ച് കണ്ണാടി കാണാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്കുള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യിപ്പിച്ചത്. പിന്നെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതോടെ അലമാര തീരുന്നു. അപ്പോൾ ഇതാണ് TV സ്റ്റാൻഡ് അല്ല, സ്റ്റൈൽ സ്റ്റാൻഡ് അടുത്തുള്ള ഡെക്കോർ സാധനങ്ങൾ, അതായത് സാധനങ്ങളൊക്കെ വയ്ക്കാൻ. അത് ഇവിടെ TV റിസീവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ 2 ബോക്സ് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഒരു ബോക്സ് തറയിൽ മുട്ടിയിട്ടില്ല, അതായത് അവിടെ സബ് ഊഫറൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ബാക്കി ഇപ്പുറ സൈഡ് തൊട്ടൊരിക്കുകയാണ്. അങ്ങനെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ TV സ്റ്റാൻഡ് സ്ഥലം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീടിലെ വീഡിയോ വരുന്നത്. TV സ്റ്റാൻഡായി, അലമാരയായി, അടുത്ത് പിന്നെ കിച്ചണായി. അപ്പോൾ ഇനിയും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. PVC ഡോറൊക്കെ നമ്മളോട് ചെയ്തിട്ടുണ്ട്, ബാത്റൂം ഡോറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ പാല് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വർക്ക് കാണാൻ ചാൻസും ഉണ്ട്. ഇനിയും ഇതേപോലത്തെ ഒരു അലമാര 2 റൂമിലും ഉണ്ട്. അതൊക്കെ ചെയ്യോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ഇനി കസ്റ്റമർ വിളിച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുന്ന ഉറപ്പായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ വർക്ക് ആവശ്യമുള്ള എല്ലാവരും നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റ്, നമ്മൾ കോൺടാക്റ്റ് നമ്പറും എല്ലാം വാട്സപ്പും കോൾ ചെയ്യാനുള്ള എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മടിക്കാതിരിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിരുന്നാൽ നമ്മുടെ ഇനിയിടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.